9ാം ക്ലാസ്സുകാരൻ സ്വന്തം സഹോദരിയെ പീഡിപ്പിച്ച ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കൊച്ചിയിലാണ്. ഈ 9ാം ക്ലാസ്സുകാരനാവട്ടെ ലഹരിക്ക് അടിമയാണെന്നാണ് പോലീസ് പറയുന്നത്. സുഹൃത്തുക്കളെ, ലഹരി ഉള്ളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ തൻ്റെ മുന്നിലുള്ളത് ഉമ്മയാണെന്നോ ഉപ്പയാണെന്നോ സഹോദരിയാണെന്നോ തിരിച്ചറിയില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഈ ലാസ്റ്റ് വന്നിരിക്കുന്ന വാർത്ത. 9ാം ക്ലാസ്സുകാരനാണ് ആ കുട്ടി പീഡിപ്പിച്ചിരിക്കുന്നത് തൻ്റെ ഒരു സഹോദരിയെ. ആ സഹോദരിയാണെങ്കിൽ ഈ പീഡനം പുറത്തു പറയാൻ പേടിച്ചിട്ട് അവസാനം വല്ലാത്ത അസ്വസ്ഥത വന്നപ്പോൾ, സ്വകാര്യ ഭാഗങ്ങളിലേക്ക് വേദനയും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് തൻ്റെ കൂട്ടുകാരികളോട് ഈ വിവരം പറയുന്നത്. പിന്നീട് സ്കൂൾ കൗൺസിലേഴ്സ് എല്ലാം ചോദിച്ചറിഞ്ഞതിന് ശേഷമാണ് സ്വന്തം സഹോദരനിൽ നിന്നാണ് ഈ രീതിയിലുള്ള പീഡനം ഏൽക്കേണ്ടി വന്നത് എന്ന് ഇപ്പൊ നമ്മൾ അറിയുമ്പോൾ നോക്കണം. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് സ്വന്തം വീട്ടിൽ തൻ്റെ സഹോദരിക്ക് താമസിക്കാൻ, ജീവിക്കാൻ സേഫ്റ്റി ഇല്ലാത്തൊരു കാലത്തിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്നത് എന്ന് പറയുമ്പോൾ ഇത് ചെറിയൊരു കാര്യമായിട്ട് നമ്മൾ എടുക്കരുത്, വലിയ കാര്യമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഉമ്മയെന്നോ പെങ്ങളെന്നോ ഒന്നും കണ്ണിൽ കാണാത്തൊരവസ്ഥയാണ് ഈ ലഹരിക്കടിമപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്കുണ്ടാകുന്നത് എന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഇന്നിവിടെ ലഹരി സുലഭമായി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. 1-2 ദിവസത്തിലെ ലഹരി വേട്ടയുടെ ഓരോ ചിത്രങ്ങളാണ് ഈ കാണുന്നത്. കോഴിക്കോടായിട്ടും അതുപോലെ തന്നെ തൃശ്ശൂരിലായിട്ടും പല ഭാഗങ്ങളിലായിട്ടും ഇന്നിപ്പോ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ വിദ്യാർത്ഥികളുടെ സംഘർഷവും അതുപോലെ തന്നെ വെഞ്ഞാറമൂട് അഫ്വാൻ സ്വന്തം കുടുംബക്കാരെ ഇല്ലായ്മ ചെയ്ത വിഷയങ്ങളൊക്കെ വന്ന് ലഹരിക്ക് അടിമപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് വർത്തമാനങ്ങളൊക്കെ അല്ലെങ്കിൽ കുറച്ച് മാധ്യമങ്ങളിലൂടെയുള്ള പ്രതികരണങ്ങളൊക്കെ കൂടുതൽ വന്നപ്പോൾ ഒന്ന് പോലീസ് എന്ത് ചെയ്തു, കൂടുതൽ ഊർജിതമാക്കിയപ്പോൾ കിട്ടിയ തെളിവുകൾ ഈ കാണുന്ന രീതിയിലുള്ള ഇതൊക്കെ ഓരോ സ്ഥലങ്ങളിൽ പിടിക്കുന്നതാണ്. MDM ആയിട്ടും അതുപോലെ തന്നെ കഞ്ചാവായിട്ടും ഹശിഷ് ഓയിലായിട്ടും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ 1-2 ദിവസങ്ങളിൽ പിടിച്ച ചെറിയ ചെറിയ കേസുകളാണിത്. വലിയ കേസുകൾ അതിന്റെ അപ്പുറത്തിരിക്കുന്നു. ഇത്രയും സുലഭമായിട്ട് ലഹരി നമ്മുടെ കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട് എങ്കിൽ ഇതെല്ലാം കൂടുതലും നമ്മുടെ യുവാക്കളെയും വിദ്യാർത്ഥികളെയുമാണ് ടാർഗറ്റ് ചെയ്യുന്നത് എങ്കിൽ ഇവിടുത്തെ നിയമം എവിടെ? എത്രമാത്രം പോലീസുകാരാണ് കഴിഞ്ഞ ദിവസം ഷഹബാസ് എന്നൊരു കുട്ടിയെ കൊല ചെയ്ത 5-6 കൊലയാളികൾക്ക് വേണ്ടിയിട്ട്, അവർ വിദ്യാർത്ഥികളോ എന്തോ ആവട്ടെ, അവർക്ക് വേണ്ടി 500 പോലീസുകാർ ശക്തമായി നിലയുറപ്പിച്ചിട്ട് അവർക്ക് വേണ്ടി അവരെ പരീക്ഷ എഴുതിപ്പിക്കുകയാണ്. അതിന് മാത്രം ശക്തമായിട്ട് ഇവിടെ എന്തിനും തയ്യാറുള്ള ഒരു പോലീസ് ഉണ്ടായിരിക്കുമ്പോൾ, നിയമം ഉണ്ടായിരിക്കുമ്പോൾ, ഗവൺമെന്റ് ഉണ്ടായിരിക്കുമ്പോൾ ഈ ഒരു കാര്യത്തിൽ മാത്രം എന്താണ് ഇത്രയും അലസത? അപ്പൊ ആരാണ് ഇവിടെ ശരിക്കും കള്ളന്മാര്? എവിടെയാണ് ഇവിടെ ഈ ലഹരിക്കെതിരെയുള്ള അല്ലെങ്കിൽ ലഹരിയെ ഇവിടുന്ന് നമുക്ക് മുക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിന് തടസ്സം എവിടെയാണ്? നോക്കണം. അവിടെയും ഇവിടെയും ഓരോ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് നിയമപാലകരെ നട്ടുച്ച വെയിലത്തും അവിടെയും ഇവിടെയും കൊണ്ടുപോയിട്ട് നിർത്തിയിട്ട് ഇവിടെ ഭയങ്കര നിയമം കാത്തു സൂക്ഷിക്കുന്ന, സുരക്ഷിതത്വം പറയുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് അല്ലെങ്കിൽ എൻ്റെ നിയമത്തിന്റെ തലപ്പത്തിരിക്കുന്നവരാണ് ചോദിക്കാനുള്ളത്. എന്തുകൊണ്ടാണ് ഈ ലഹരിക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു നിയമം അല്ലെങ്കിൽ ഇവിടെ അന്വേഷണങ്ങൾ അല്ലെങ്കിൽ സെർച്ചുകൾ വരാത്തത്? പല മാധ്യമങ്ങളിലും പലരും പറയുന്നത് പോലെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ആരെയോ ഒരു MDMന്റെ പാക്കറ്റുമായിട്ട് പിടിച്ച ഒരു യുവാവിനെ പോലീസ് ചോദ്യം ചെയ്യുന്ന ഒരു പോസ്റ്റർ വന്നിരുന്നു, ഒരു വീഡിയോ വന്നിരുന്നു. അതിന്റെ അടിയിലുള്ള കമന്റ്സുകൾ മുഴുവനും ഇങ്ങനെയാണ്: സല്യൂട്ട് ആർക്ക്? പോലീസുകാരൻ. എന്നിട്ട് അടുത്ത ചോദ്യം എന്താണെന്നറിയോ? പ്രിയപ്പെട്ട സഹോദരൻ, നിങ്ങൾ പിടിച്ചതൊക്കെ ശരിയാണ്, പക്ഷെ നിങ്ങൾ ഇപ്പൊ നിലവിലുള്ള സ്ഥലത്തിന് നിങ്ങൾക്ക് സ്ഥലം മാറ്റം എപ്പോ വരുമെന്ന് നിങ്ങൾ ഓർത്തിരുന്നോളൂ, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോളൂ. കാരണം ലഹരിയെ പിടിച്ചാൽ ഇവിടെ ഒരുപാട് ആളുകൾ അനുകൂലിക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമത്തിൽ തന്നെ, നിയമപാലകരിൽ തന്നെ പലപ്പോഴും എന്തുകൊണ്ടാണ് ഇതിനെ ശക്തമായിട്ട് കൈകാര്യം ചെയ്യാത്തത് എന്നുള്ള ചോദ്യം ഇവിടെ ഉയർന്നു വന്നിരിക്കുകയാണ്. ശരിക്കും ഇവിടെ നമുക്ക് അത്യാവശ്യം ഒരുപാട് പോലീസുകാരെ ആ ആവശ്യമില്ലാത്തതിനും ഈ ആവശ്യമില്ലാത്തതിനും കൊണ്ടുപോയി നിർത്തുന്നതിന് പകരം ഒന്ന് നന്നായിട്ട് സെർച്ച് ചെയ്യുന്ന, ചെക്ക് ചെയ്യുന്ന ഒരു സമ്പ്രദായം ലഹരിക്കെതിരെ ഉണ്ട് എങ്കിൽ നമ്മുടെ കുട്ടികളൊന്നും ഇങ്ങനെ ഈ വിപത്തിൽപ്പെടില്ല. അത് സ്കൂൾ പരിസരത്താണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആഘോഷം നടക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിലും, പിന്നെ രാത്രിയുടെ മറവിൽ ഇതുപോലുള്ള പേക്കൂത്തുകൾ നടക്കുന്നുവെങ്കിൽ അതിന് തടയിടാൻ കഴിയണം. ഏറ്റവും വലിയൊരു അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇന്ന് രാത്രിയിലെ ടെറഫ് എന്ന് പറയുന്നത്. ടെറഫിൽ നല്ല
രീതിയിൽ വ്യായാമം ചെയ്യുന്നവരും കളിക്കുന്നവരുണ്ട്. പക്ഷെ ഈ അസമയത്ത് 11 മണി 12 മണി സമയത്ത് ടർഫൊക്കെ തുറന്നിട്ട് കൊടുത്തിട്ട് അവിടെ കുട്ടികൾക്ക് വേണ്ട രീതിയിൽ എല്ലാം ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുന്നത് എന്തുകൊണ്ട് ഇതിനൊരു നിയമം വരുന്നില്ല? ഈ ടർഫൊക്കെ അടുത്തല്ലേ നമ്മുടെ കേരളക്കരയിൽ ഉണ്ടായി തീർന്നത്. അതിന്റെ മുന്നേ കുട്ടികൾ വൈകുന്നേര സമയങ്ങളിൽ 4 മണി 5 മണി ഉള്ളിലൊക്കെ വ്യായാമം ചെയ്തിരുന്നു, ഫുട്ബോൾ കളിക്കാൻ പോയിരുന്നു. ഇപ്പൊ ഒന്നിനും ഒരു നിയമവുമില്ല. കാരണം ടർഫിന്റെ ഒക്കെ മുതലാളിമാരെന്ന് പറയുന്ന വലിയ വലിയ തമ്പ്രാക്കന്മാരൊക്കെ പല പോലീസുകാരോടും പിടിപാടുള്ളവരാണ്, പല നിയമത്തിലും പിടിപാടുള്ളവരാണ്. പിന്നെ എന്തെങ്കിലും ഒരു നിയമം വെച്ചാൽ 4 ദിവസം കൊണ്ട് അതിനെ ഇല്ലായ്മ ചെയ്യാനും അതുപോലെ തന്നെ എതിർക്കാനും വീണ്ടും പഴയതിനേക്കാൾ ശക്തമായിട്ട് സമയം കൂട്ടിക്കൊടുത്ത് ടർഫൊക്കെ തുറന്നു കൊടുക്കുവാനും നമ്മുടെ നാട്ടില് ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. ഇതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനടക്കമുള്ള നമ്മളെല്ലാവരും ഉത്തരവാദിത്ത ബോധത്തോടു കൂടി പുറത്തിറങ്ങേണ്ടതാണ്, അല്ലെങ്കിൽ സജീവമായി നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് ഇന്ന് കേരളത്തിലെ ഈ വേദനിപ്പിക്കുന്ന, ഞെട്ടിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ വളരെയധികം കണ്ണു തുറപ്പിക്കുന്ന വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ലഹരി, ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഈ 9ാം ക്ലാസ്സുകാരന് പോലും ഈ ലഹരി കിട്ടുന്നത്. 9ാം ക്ലാസ് 8ാം ക്ലാസ് നമ്മുടെ വിദ്യാർത്ഥികളിൽ ഒരുപാട് കുട്ടികൾക്ക് സുലഭമായി കിട്ടിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ അവരെ കൊണ്ട് അത് മറ്റുള്ളവർക്ക് എത്തിപ്പിക്കുന്നു. അങ്ങനെ എത്തിപ്പിച്ചു കൊടുത്തു, കാരണം കുട്ടികളാകുമ്പോൾ സംശയിക്കില്ല, അങ്ങനെ എത്തിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് അതിൽ നിന്ന് കുറച്ച് നുകരാൻ കൊടുക്കുന്നു. പിന്നീട് അവർക്ക് കിട്ടാതെ ആകുന്ന സമയത്ത് വീടുകളിലുള്ള ആഭരണങ്ങൾ മോഷ്ടിച്ചും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ചൂഷണങ്ങൾ വീട്ടിൽ മാതാപിതാക്കൾ ചെയ്തുകൊണ്ടും അതിനെ മേടിക്കാൻ വേണ്ടി അവർ തയ്യാറാവുകയാണ്. ഇങ്ങനെ പോയിട്ട് അവസാനം സ്വന്തം പെങ്ങളെയും ഉമ്മയെയും അല്ലെങ്കിൽ ഉപ്പയെയും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു തലച്ചോറുമായിട്ടാണ് കുട്ടി കുടുംബത്തിലേക്ക് കയറി വരുന്നത്. ഇത് വലിയ അപകടം പിടിച്ച ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. കാരണം ഇന്നലെ നമ്മുടെ മുന്നിൽ വന്നൊരു വാർത്തയാണ്, 9ാം ക്ലാസ്സുകാരൻ സ്വന്തം സഹോദരിക്ക് സ്വന്തം സഹോദരനിൽ നിന്ന് സ്വന്തം വീട്ടിൽ സുരക്ഷിതത്വമില്ല എങ്കിൽ ആ കുട്ടികൾക്കൊക്കെ എങ്ങനെ വളരാൻ കഴിയും? എത്രമാത്രം അതപ്പതിച്ചു പോയിരിക്കുന്നു നമ്മുടെ നിയമങ്ങളും നമ്മുടെ നാട്ടിലത്തെ അവസ്ഥകളും. എവിടെയാണ് ഒരു മൃഗത്തിന് അതിന്റെ കുട്ടിക്ക് കിട്ടുന്ന സംരക്ഷണം പോലും സ്വന്തം കുടുംബത്തിൽ മനുഷ്യരായ മക്കൾക്ക് കിട്ടുന്നില്ല എങ്കിൽ ഈ ലഹരി വേട്ട വളരെ ഊർജിതമാക്കിക്കൊണ്ട് ഒരു രീതിയിലും മയം ചെയ്യാതെ, ഒരു രീതിയിലും അവിടെ വിട്ടുവീഴ്ച ചെയ്യാതെ മുന്നോട്ട് ഇറങ്ങിയിട്ടില്ല എങ്കിൽ നമ്മളെല്ലാവരും ഇതിനൊക്കെ ബലിയാടാവേണ്ടി വരും. നമുക്ക് എല്ലാവർക്കും ജീവിക്കാൻ തന്നെ ഭയമുള്ളൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഉണർന്ന് പ്രവർത്തിക്കുക. അതിനോടുകൂടെ ഇതിന് നേതൃത്വം കൊടുക്കേണ്ട നിയമപാലകരും അതുപോലെ തന്നെ ഗവൺമെന്റും ശക്തമായിട്ട് ഈ ഒരു കാര്യവുമായി മുന്നോട്ട് വന്നിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരുപക്ഷെ ഗുണ്ടാപണി ചെയ്യുവാനും പാർട്ടിയെ വളർത്തുവാനും ഒരുപാട് ആളുകളെ അല്ലെങ്കിൽ യുവാക്കളെ, പ്രവർത്തകരൊക്കെ നമുക്ക് കിട്ടിയെന്ന് വരും. പക്ഷേ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ മനസ്സമാധാനമില്ലാതെ ഈ പാർട്ടിയെ വളർത്തുന്നവർക്കും പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നവർക്കും നാളെ ജീവന് വലിയ ഭീഷണിയാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ രീതിയിൽ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് ഇന്ന് കേരളം കടന്നു പോകുന്നത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ടിറങ്ങി ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ കഴിയും. ഒരു പരിധി വരെ നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ കഴിയും. അതിൽ യാതൊരു സംശയവുമില്ല. ബി കെയർഫുൾ.